2024 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ 2024 സ്കീമിനകത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വന്ന ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ കവർ ചെയ്ത് ഓൾറെഡി നിങ്ങൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഐഡിയസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടുതലായിട്ട് സോൾവ് ചെയ്യണം. ഓക്കെ, എനിക്ക് മാത്രമേ നമുക്കൊരു ഐഡിയ ഉണ്ടാവുള്ളൂ. ഇപ്പം 2024 ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന അടുത്ത എക്സാം വരുന്നുണ്ട്. അതുപോലെ തന്നെ 2019 സ്കീമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. സോൾവ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 2024 ചോദിച്ച ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ടോപ്പ് ആൻഡ് ഫ്രണ്ട് വ്യൂ ഓഫ് എ ലൈൻ എ ബി ആർ ഇൻക്ലൈൻഡ് at 35 degree and 45 degree respectively to XY line. One end is on both HP and VP, while other end 50 mm above HP. Draw the projection of line and determine its true length, true inclinations and locate its traces. The line is in first quadrant. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ നോട്ട് ചെയ്യുക, ലൈൻ ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് ലൈൻ ഉണ്ടാവുക. ഓക്കെ, യു ക്യാൻ യൂസ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ഫോർ ഡ്രോയിങ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഓക്കെ, എക്സ് വൈ ലൈനിൻ്റെ എബോവ് പോർഷൻ വി പിയും അതുപോലെ തന്നെ എക്സ് വൈ ലൈനിൻ്റെ താഴെ എച്ച് പി ആണ് വരുന്നത്. അത് നമ്മൾ ഫസ്റ്റ് തന്നെ മൈൻഡിൽ വെക്കുക. ഓക്കെ, ഇനി തന്നിരിക്കുന്ന ഡേറ്റാസ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഏതൊക്കെയാണ് ഡേറ്റാസ് ഇവിടെ തന്നിരിക്കുന്നത്? ഫസ്റ്റ് ടോപ്പ് ആൻഡ് ഫ്രണ്ട് വ്യൂ ഓഫ് ലൈൻ എന്നാണ്. ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ. ഓക്കെ, ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ. ടോപ്പ് വ്യൂ കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഓക്കെ, നമുക്ക് ഈ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ ഓക്കെ ടോപ്പ് ആൻഡ് ഫ്രണ്ട് വ്യൂ. ഓക്കെ, നമുക്കിവിടെ ടോപ്പ് വ്യൂവിനെ നമുക്ക് എങ്ങനെ എഴുതാം? ടി വി എന്ന് എഴുതാം അല്ലേ? ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ. Top view and front view of a line are inclined at 35 degree and 45 degree. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. ടോപ്പ് ആൻഡ് ഫ്രണ്ട് എന്ന് പറയുന്നത്, അപ്പോൾ ടോപ്പ് വ്യൂവിൻ്റെ ആംഗിൾ വരുന്നത് 35 ഡിഗ്രിയും ഫ്രണ്ട് വ്യൂവിൻ്റെ ആംഗിൾ വരുന്നത് 45 ആണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യണം. ടോപ്പ് വ്യൂവിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 35 ഡിഗ്രി, ഫ്രണ്ട് വ്യൂ ആംഗിൾ ബ്ലാഷ് 45 degree. Okay, next one end is on both HP and VP. Okay, അപ്പോൾ വൺ എൻഡ് എക്സ് വൈ ലൈനിൽ തന്നെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതർ എൻഡ് ഈസ് 50 mm എബോവ് HP. ഓക്കെ, എബോവ് HP കണ്ടീഷനാണ്. 50 mm എബോവ് HP കണ്ടീഷൻ. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് ദ ലൈൻ, ഡിറ്റർമൈൻ ദ ട്രൂ ലെന്ത്, ഇൻക്ലിനേഷൻസ് ആൻഡ് ലൊക്കേറ്റ്സ് ഇറ്റ് ട്രേസസ്. ലൈൻ ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരുന്നു ഇതൊന്ന് വർക്കൗട്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ജനറൽ കണ്ടീഷൻ്റെ നെയിമിങ്ങും കാര്യങ്ങളൊന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് നമുക്കറിയാം ഫസ്റ്റ് ക്വാഡ്രൻറ്റ് നമ്മളൊരു ജനറൽ കണ്ടീഷൻ ഡ്രോയിങ് വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് സം ഡിസ്റ്റൻസ് എബോവ് എച്ച് പി, സം ഡിസ്റ്റൻസ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, ഡബിൾ ഇൻക്ലിനേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, ജനറൽ റെപ്രസെൻറ്റേഷൻ വരുന്നത് A', ഓക്കെ, ദാറ്റ് ഈസ് സം ഡയമെൻഷൻ എബോവ് എച്ച് പി ആൻഡ് സം ഡിസ്റ്റൻസ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫസ്റ്റ് നമ്മൾ വരയ്ക്കുന്നത് ഫസ്റ്റ് അസംഷനാണ് വരയ്ക്കുക. അതായത് ട്രൂ ലെന്ത് കിട്ടുന്ന ഡിസ്റ്റൻസ് എത്രയാണോ അതാണ് വരയ്ക്കുക. അതിന് ഫസ്റ്റ് അസംഷൻ ആയതുകൊണ്ട് നമ്മൾ നെയിം കൊടുക്കുന്നത് B1 ആണ്. ചിലപ്പോൾ നിങ്ങൾ ഡിഫറെൻറ്റ് നെയിമിംഗ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, നെയിമിംഗ് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, A', B1 ദാറ്റ്സ് എ ഫ്രണ്ട് വ്യൂ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് ടോപ്പ് വ്യൂ, ദാറ്റ് ഈസ് AB1 റെപ്രസെൻറ്റേഷൻ. ദിസ് ഈസ് എ ഫസ്റ്റ് അസംഷൻ. സെക്കൻഡ് അസംഷനിലേക്ക് വരുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എയിൽ നിന്നാണ്. ആദ്യം ടോപ്പ് വ്യൂവിലാണ് നമുക്ക് ട്രൂ ലെന്ത് കിട്ടുന്നത് നമുക്കറിയാം. സോ ഫസ്റ്റ് ട്രൂ ലെന്ത് വരയ്ക്കുന്നു. സെക്കൻഡ് അസംഷൻ ആയതുകൊണ്ടും അതുപോലെ തന്നെ ടോപ്പ് വ്യൂ ആയതുകൊണ്ടും B2 റെപ്രസെൻറ്റേഷൻ കൊടുക്കും. ഓക്കെ, ഇവിടെ നിന്ന് ഈ ഒരു ലൈനിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് കിട്ടുന്ന പോയിൻ്റാണ് B2 ഡാഷ്. ഓക്കെ, സെക്കൻഡ് അസംഷൻ്റെ ഫ്രണ്ട് വ്യൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ലോക്കസ് ലൈൻസ് ആണ്. ലോക്കസ് ലൈൻസ്, ഫസ്റ്റ് ലോക്കസ് ലൈൻ ലോക്കസ് ഓഫ് ബി ഡാഷ്. ബി ഡാഷ് മീൻസ് ലോക്കസ് ഓഫ് ഫ്രണ്ട് വ്യൂ. മേ ബി നിങ്ങൾ നൊട്ടേഷൻസ് വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കുക. ലോക്കസ് ഓഫ് ബി. ഓക്കെ, രണ്ട് നൊട്ടേഷൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, ലോക്കസ് ഓഫ് ബി ഡാഷും ലോക്കസ് ഓഫ് ബി. ഓക്കെ, ഈ ലൈൻസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഇത്ര വരച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. എ ഡാഷ് ബി ഡാഷ് ഈക്വൽ ടു എ ഡാഷ് B2 ഡാഷ്. അതുപോലെ തന്നെ എ ബി ഈക്വൽ ടു AB1. ഓക്കെ, ഈ ഇക്വേഷൻസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എങ്ങനെ വരുന്നതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. എ ഡാഷ് ബി ഡാഷ് ഈക്വൽ ടു എ ഡാഷ് B2 ഡാഷ് എ ബി ഈക്വൽ ടു AB1. എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് വ്യൂ അല്ലേ. എ ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പ് വ്യൂ ആണ്. ഓക്കെ, ആക്ച്വൽ ഫ്രണ്ട് വ്യൂ, ആക്ച്വൽ ടോപ്പ് വ്യൂ ആണ് ഈ ഡിസ്റ്റൻസ്. ഓക്കെ, എ ഡാഷ് ബി ഡാഷ്, എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് എ ഡാഷ് B2 ഡാഷ് മീൻസ് എ ഡാഷ് B2 ഡാഷ് ഇവിടെ ഓൾറെഡി ഉണ്ട്, എ ഡാഷ് B2 ഡാഷ് ഇവിടെ ഉണ്ട്. ഓക്കെ, ബി ഡാഷ് ഈ ഒരു ലോക്കസ് ലൈനിലാണ് വരാൻ പോകുന്നത്. സോ ഇവിടെ നിന്ന് ഈ ഡിസ്റ്റൻസ് വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ കണക്കാക്കി ആർക്ക് ക്രിയേറ്റ് ചെയ്യുക. വി വിൽ ഗെറ്റ് എ ന്യൂ പോയിൻറ്റ്. ദിസ് പോയിൻറ്റ് ഈസ് നോൺ ആസ് ബി ഡാഷ്. ഓക്കെ, ബി ഡാഷ് എന്നറിയാം. ഓക്കെ, ഇത് കണക്ട് ചെയ്ത് വരയ്ക്കുക. കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. ഓക്കെ, അതുപോലെ തന്നെ എ ബി ഈക്വൽ ടു AB1. എ ബി ഈക്വൽ ടു AB1 ആണ്. സോ വി നോ ദറ്റ് AB1, സോ വി ക്യാൻ റൊട്ടേറ്റ്. So this point is known as B. So this line is AB. This is our top view. After completing, we know that B dash and B are in same line. രണ്ടും സെയിം ലൈൻ ഉണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഏത് ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിലും ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം. ഒരു രീതിയിലും സംശയം തോന്നാത്ത രീതിയിൽ തന്നെ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ജനറൽ കണ്ടീഷൻ്റെ കേസ്. ഓക്കെ, അപ്പോൾ ഇത് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ. ഇനി ഈ ലൈൻ എന്താണ്? റൂൾ എന്താണ്? ഈ ലൈനും റൂൾ എന്താണ്? ഓക്കെ, അതുപോലെ തന്നെ ആംഗിൾസ് ഉണ്ട്. ദിസ് ഈസ് അവർ ട്രൂ ആംഗിൾ, ദാറ്റ് ഈസ് തീറ്റ. ദിസ് ഓൾസോ ട്രൂ ആംഗിൾ. അപ്പോൾ ഫോൺ ഇടയ്ക്ക് വെച്ച് ഓഫായി പോയി. സോ അതുപോലെ തന്നെ ലൈൻസ് രണ്ട് തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ ജസ്റ്റ് ഒന്ന് റീഡ്രോ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ ആംഗിൾസ് തീറ്റ, ഫൈ, ആൽഫ, ബീറ്റ, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ. എ ഡാഷ് ബി ഡാഷ് ആണ് ഫ്രണ്ട് വ്യൂ, എ ബി ആണ് ടോപ്പ് വ്യൂ. അതുപോലെ തന്നെ രണ്ട് ട്രൂ ലെന്തുകളുണ്ട്. എ ഡാഷ് B1 ഡാഷും എ B2ഉം ട്രൂ ലെന്തുകളാണ്. ഇത്രയും കേസുകളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. മേ ബി നിങ്ങൾ യൂസ് ചെയ്യുന്ന ലെറ്ററിങ് അല്ലെങ്കിൽ നൊട്ടേഷൻസ് ഡിഫറെൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. സോ അതൊന്ന് ചെക്ക് ചെയ്യുക. ബട്ട് ഡ്രോയിങ്സ് എല്ലാം സെയിം തന്നെയായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ രണ്ട് ആംഗിൾസ് ഞാൻ വരച്ചിരുന്നു. 35 ഡിഗ്രിയിലേക്കും അതുപോലെ തന്നെ 45 ഡിഗ്രിയിലും നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നിരുന്ന പോലെ രണ്ട് ആംഗിൾസും ഞാൻ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഓക്കെ, ഇനി വരാൻ പോകുന്നത് നമുക്ക് ഈ രണ്ട് ലൈനിൻ്റെ ലെന്ത്. ഇത് ഫ്രണ്ട് വ്യൂവിൻ്റെ ലൈനാണ്, ഇത് ടോപ്പ് വ്യൂവിൻ്റെ ലൈനാണ്. ബട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ലെന്ത് നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, ഇനി തന്നിരിക്കുന്ന ഒരു ഡേറ്റ എന്ന് പറയുന്നത് 1 ND ഈസ് ബോത്ത് HP അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. വൈൽ അതർ ND ഈസ് 15 mm എബോവ് HP. എബോവ് HP എന്ന് പറഞ്ഞാൽ അത് ഏതാ? ഫ്രണ്ട് വ്യൂവിൻ്റെ ഡാറ്റയാണ്. 15 mm എബോവ് HP എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂവിൻ്റെ ഡാറ്റയാണ്. ബട്ട് എവിടെയാണ് 15 mm? എവിടെയാണ് 15 mm വരാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. ഓക്കെ, സോ അങ്ങനെ വരുന്ന കണ്ടീഷൻ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ XY ലൈനിൽ നിന്ന് ഒരു 50 mm ഏതെങ്കിലും ഒരു പോയിന്റിൽ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഹൊറിസോണ്ടലായിട്ട് ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തേ? 15 mm എവിടെയാണെന്ന് അറിയില്ല. സോ ഒരു ഹൊറിസോണ്ടലായിട്ട് ലൈൻ റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് 50 mm. സോ നമുക്കറിയാം ഈ പോയിൻ്റ് എ ഡാഷ് ആണ്. എ ഡാഷ് എന്ന് പറയുന്ന പോയിൻ്റാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ലോക്കസ് ലൈനാണ് വരുന്നത്. എന്ന് വെച്ചാൽ ബി ഈസ് 15 mm എബോവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബി ഡാഷിൻ്റെ ലോക്കസ് ആണ്. സോ
ഈ ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ലൈൻ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഇതിന് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി ഡാഷ് ആയിരിക്കും. ഓക്കെ, എന്തുകൊണ്ടാണ് തന്നിരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? 45 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ ലൈൻ ആണ്. അതുപോലെ തന്നെ ഫ്രണ്ട് വ്യൂവിൻ്റെ ആംഗിൾ ആണെന്ന് എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് എ ഡാഷ് ബി ഡാഷ് വരയ്ക്കാൻ സാധിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ എ ബി എന്ന് പറയുന്ന ലൈനാണ് ഈ വരുന്നത്. ബട്ട് ലെന്ത് അറിയില്ല. ബട്ട് നമുക്കറിയാം ബി ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ ബി ഡാഷിൽ നിന്നൊരു വെർട്ടിക്കൽ ലൈൻ താഴേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണ്. ബി ഡാഷിൽ നിന്നൊരു വെർട്ടിക്കൽ ലൈൻ താഴേക്ക് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബി ആയിരിക്കും. ഓക്കെ, സോ ദിസ് വിൽ ബി അവർ ടോപ്പ് വ്യൂ. ഓക്കെ, ദിസ് വിൽ ബി അവർ ഫ്രണ്ട് വ്യൂ. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളും ഒറ്റയടിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് എ ഡാഷ് ബി ഡാഷ് കിട്ടി, ദെൻ എ ബി കിട്ടി. ഓക്കെ, ഇനി നോക്കിയാൽ മതി. ഈ ഇക്വേഷൻസ് അനുസരിച്ച് നമുക്കറിയാം എ ഡാഷ് ബി ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ബി ടു ഡാഷ്. ഓക്കെ, എ ഡാഷ് ബി ഡാഷ് അറിയാം, എ ഡാഷ് ബി ടു ഡാഷ് നോക്കിക്കേ എക്സ് വൈ ലൈന് പാരലാണ്. നോക്കിയേ എ ഡാഷ് ബി ഡാഷ് ഇങ്ങനെ ആംഗിളിലാണെങ്കിൽ എ ഡാഷ് ബി ടു ഡാഷ് എക്സ് വൈ ലൈന് പാരലാണ്. സോ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എ ഡാഷ് ബി ഡാഷിൻ്റെ ഡിസ്റ്റൻസ് എടുക്കുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഈ ഡിസ്റ്റൻസ് ഈ ഒരു പോയിൻ്റാണ് നമ്മുടെ ബി ടു ഡാഷ്. ഓക്കെ, സോ ബി ടു ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് നേരെ താഴേക്ക് ലൈൻ പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കാം. ബി ഓൾറെഡി ഇവിടെ ഉണ്ട്. ബിയിൽ നിന്ന് നമുക്കൊരു ലോക്കസ് വരയ്ക്കാം. ഓക്കെ, ഇത് ലോക്കസ് ഓഫ് ബി, ഇത് ലോക്കസ് ഓഫ് ബി ഡാഷ്. ഓക്കെ, അപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്തു, ബി ടു ഡാഷ് കിട്ടി. ബി ടു ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കിട്ടാൻ പോകുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ബി ടു ആണ്. ഓക്കെ, സോ എ ഡാഷ് ബി ടു കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ട്രൂ ലെന്താണ്. ഈ ഡിസ്റ്റൻസ് ട്രൂ ലെന്താണ്. അതുപോലെ തന്നെ എ ബി ഈക്വൽ ടു എ ബി വൺ. ഇവിടെ എ ബി അറിയാം, എ ബി ഇറ്റ് ഈസ് ഈക്വൽ ടു എ ബി വൺ. എ ബി വൺ എന്ന് പറഞ്ഞ ലൈൻ വിച്ച് ഈസ് പാരലൽ കണ്ടീഷനാണുള്ളത്. സോ ഇവിടെ നമ്മൾ സെയിം കാര്യം ചെയ്താൽ മതി. എ ബി ഈക്വൽ ടു എ ബിയുടെ ഡിസ്റ്റൻസ് എടുക്കുന്നു, എ ബിയുടെ ഡിസ്റ്റൻസ് എക്സ് വൈ ലൈനിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. എ ബി ഡിസ്റ്റൻസ് എക്സ് വൈ ലൈനിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി? നേരെ ടോപ്പിലേക്ക്, ഇതാണ് നമ്മുടെ ലോക്കസ് ലൈനിലേക്ക് ലൈൻ വരയ്ക്കുക. ദിസ് പോയിൻ്റ് ഈസ് ബി വൺ, ദിസ് പോയിൻ്റ് ഈസ് ബി വൺ ഡാഷ്. ഓക്കെ, ദെൻ കംപ്ലീറ്റ് ചെയ്യുക. നോക്കിക്കേ, എ ബി വണ്ണും സെയിം. സോ ബി വണ്ണിൽ നിന്ന് നേരെ ബി വൺ ഡാഷിലേക്ക് വരച്ചു, കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്കിനി ട്രൂ ലെന്ത് മെഷർ ചെയ്ത് നോക്കുക. ട്രൂ ലെന്ത് പറയുമ്പോഴത്തേനും 79 കാണാം. 79 ആണ് ട്രൂ ലെന്ത്. അപ്പോൾ ട്രൂ ലെന്ത് റെപ്രസെൻ്റ് ചെയ്യുക. അര ഹെഡ്സ് കൊടുത്ത് 79 ട്രൂ ലെന്ത് കിട്ടി. അതുപോലെ തന്നെ ആംഗിൾസ് എത്രയാണെന്ന് മെഷർ ചെയ്യുക. ആംഗിൾസ് മെഷർ ചെയ്തിട്ട് ഇവിടെയാണ് കേട്ടോ, ഇതാണ് ആംഗിൾസ്. രണ്ട് ആംഗിൾസും റെപ്രസെൻ്റ് ചെയ്യണം. ഈ ഒരു ആംഗിളും നമ്മൾ 45 ഡിഗ്രി ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ആംഗിളും എല്ലാ ആംഗിൾസും റെപ്രസെൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബോക്സ് വരച്ച സൈഡിൽ ഡാറ്റാസ് എടുത്ത് എഴുതുക. ഇത്രേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, താങ്ക് യു.